ഇവിടെ ട്രിപ്പിന് വന്ന ഒരുത്തൻ കാലുവഴുതി മണൽ നിറഞ്ഞ ചെരുവിലൂടെ താഴേക്ക് വീഴുന്നു. താഴെ കല്ലുകൾ നിറഞ്ഞ കടലോരവും. അവനെങ്ങാനും താഴെ വീണാൽ ആ കല്ലുകളിൽ തട്ടി അവൻ ഛിന്നം ഭിന്നമായി പോവും. സോ കഷ്ടപ്പെട്ട് അവൻ മണലിൽ കൈ പൂഴ്ത്തി താഴേക്ക് വീഴാതെ പിടിച്ചു നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും അവൻ മേലേക്ക് കയറാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോഴേക്ക് അവൻ നിരങ്ങി വീണ്ടും വീണ്ടും താഴേക്ക് പോവുകയാണ്. ആ ഗതികെട്ട അവസ്ഥയിൽ അവന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. പക്ഷേ ഫോണൊന്നും എടുക്കാൻ പറ്റാതെ താഴേക്ക് നിരങ്ങി പോവാതിരിക്കാൻ ബലത്തിൽ രണ്ട് കൈകൊണ്ടും മണലിൽ പിടിച്ചിരിക്കുകയാണ് അവൻ. ആരെങ്കിലും ആ വഴി വരുന്നതുവരെ അനങ്ങാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്രയും പെട്ടാപ്പാട് പെടുകയാണ് അവൻ. പക്ഷേ ഏറെ നേരം പിടിച്ചു നിൽക്കാൻ അവനായില്ല. കൈയുടെ ബലം കുറഞ്ഞ് പിടിവിട്ട് അവൻ വീണ്ടും താഴേക്ക് പോയി ആ മലയുടെ എഡ്ജിൽ തങ്ങി നിൽക്കുന്നു. സമയം പോകുന്തോറും അവന്റെ ശരീരം തളർന്നു തുടങ്ങി, ബലം ക്ഷയിച്ചു തുടങ്ങി. പക്ഷേ എങ്ങനെയും അവിടുന്ന് രക്ഷപ്പെടണമെന്ന് ഉറപ്പിച്ച് തളരാത്ത മനസ്സുമായി അവൻ താഴെ അലയടിക്കുന്ന തിരയുടെ ശബ്ദം ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് താഴെയുള്ള പാറകളിൽ വന്നടിക്കുന്ന സമയം കൃത്യമായി തിരിച്ചറിഞ്ഞ് അതേ സമയം തന്നെ അവൻ താഴേക്ക് ചാടി. ഭാഗ്യം, കണക്കുകൂട്ടലുകൾ പിഴക്കാഞ്ഞതിനാൽ വെള്ളത്തിൽ തന്നെ കൃത്യമായി വീണതുകൊണ്ട് കാര്യമായ ചതവുകളൊന്നും ഉണ്ടായില്ല. അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ജീവൻ തിരിച്ചു പിടിച്ചു വന്ന് ആ ഫോൺ എടുത്തു നോക്കിയപ്പോ, നിങ്ങൾ എന്തിനാ ഈ ഫോണും കൊണ്ട് നടക്കുന്നേ? എത്ര വട്ടം ഞാൻ വിളിച്ചു, നിങ്ങൾ എടുത്താൽ എന്താ?